ബോയ്ക്കോട്ട് SRH. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ബഹിഷ്കരണാഹ്വാനങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. പാക് താരം അബ്രാർ അഹമ്മദാണ് ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ നിറയെ. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള ഒരു ഫ്രാഞ്ചൈസി ഒരു പാക് താരത്തെ ടീമിലെടുക്കുന്നു. ദ 100 താരലേലം ഇതോടെ വിവാദങ്ങളുടെ അരങ്ങായി. സൺറൈസേഴ്സ് ലീഡ്സ് 2.34 കോടിക്ക് അബ്രാർ അഹമ്മദിനെ തട്ടകത്തിലെത്തിക്കുന്നു. ഇന്ത്യൻ ആരാധകർ ഫ്രാഞ്ചൈസിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ട്. ദ 100-ലെ 8-ൽ 4 ടീമുകൾ IPL ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥയിലുള്ളവയാണ്. MI ലണ്ടൻ, മുംബൈ ഇന്ത്യൻസ്, മാഞ്ചസ്റ്റർ സൂപ്പർ ജയൻസ്, ലക്നൗ, സറ്റൻ ബ്രേവ്, ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ലീഡ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്. 13 പാക് താരങ്ങളാണ് ഇക്കുറി ഓപ്ഷനിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള ടീമുകൾ ഇവരെ വിളിച്ചെടുക്കുമോ എന്നതായിരുന്നു ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. കാവ്യമാരനും ഡാനിയൽ വെറ്റോറിയും ഒക്കെ ഓപ്ഷൻ ടേബിളിൽ ഉണ്ടായിരുന്നു. അബ്രാർ അഹമ്മദ് വരും സീസണിൽ ടീമിന് മുതൽക്കൂട്ടാകുമെന്നാണ് ഡാനിയൽ വെറ്റോറി പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ആദിൽ റഷീദാണ് ഞങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത്. സറ്റൻ ബ്രേവ് ആദിലിനെ കൊണ്ടുപോയതോടെയാണ് ഞങ്ങൾ അബ്രാറിനെ പിറകെ പോയത്. 4-5 പേർ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു അബ്രാർ, വെറ്റോറി പറഞ്ഞു വെച്ചു. അതേസമയം പാകിസ്ഥാനി താരങ്ങളെ ടീമിൽ എടുക്കണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നേരത്തെ ടീമിനകത്ത് നടന്നിട്ടില്ല എന്ന് വെറ്റോറി വ്യക്തമാക്കുന്നുണ്ട്. ഓപ്ഷനിൽ മികച്ച ഓപ്ഷൻ ഏതാണ് എന്ന കാര്യം മാത്രമാണ് നോക്കിയത്. അവർ പാകിസ്ഥാനികളാണോ മറ്റേതെങ്കിലും രാജ്യക്കാരാണോ എന്ന് നോക്കിയിട്ടില്ല. ലോക്കൽ മാർക്കറ്റിൽ ക്വാളിറ്റി സ്പിന്നേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഓവർസീസ് താരത്തിന് പിറകെ പോയത്. റിഷാദ് ഹുസൈനും ഉസ്മാൻ താരിഖും അബ്രാർ അഹമ്മദും ഒക്കെ ഞങ്ങളുടെ റഡാറിലുണ്ടായിരുന്നു, വെറ്റോറി പറഞ്ഞു. ഓസ്ട്രേലിയൻ ടീമിന്റെ സഹപരിശീലകൻ കൂടിയായ ഡാനിയൽ വെറ്റോറി ഓസീസ് താരങ്ങളോടക്കം അഭിപ്രായമാരാഞ്ഞ ശേഷമാണ് അബ്രാർ അഹമ്മദിനെ ടീമിലെത്തിക്കാൻ തീരുമാനിക്കുന്നത്. T20 ലോകകപ്പിന് തൊട്ട് മുമ്പ് പാകിസ്ഥാൻ ഓസ്ട്രേലിയ T20 സീരീസ് അരങ്ങേറിയിരുന്നു. അബ്രാറിന്റെ പന്തുകൾ ട്രിക്കിയാണെന്നായിരുന്നു ഓസീസ് താരങ്ങളുടെ ഫീഡ്ബാക്ക്. ഇതൊക്കെ മുന്നിൽ വെച്ചാണ് ഓപ്ഷനിൽ സൺറൈസേഴ്സ് കരുനീക്കിയത്. സൺറൈസേഴ്സിനൊപ്പം പാക് താരത്തിനായി ട്രെൻഡ് റോക്കറ്റ്സും ശക്തമായി രംഗത്തുണ്ടായിരുന്നു. ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്കാണ് സൺറൈസേഴ്സ് ടീമിന്റെ നായകൻ. നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളെ ഒഴിവാക്കുന്നത് UK ആന്റി ഡിസ്ക്രിമിനേഷൻ ലോസിന്റെ വയലേഷൻ ആണെന്ന് ടീമുകൾക്ക് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ലേലത്തിന്റെ ആദ്യഘട്ടത്തിൽ സായ് മയൂബ്, ഹാരിസ് റൌഫ്, ഷതാബ് ഖാൻ തുടങ്ങിയ സുപ്രധാന താരങ്ങളൊക്കെ അൺസോൾഡായി. ആ സമയത്താണ് അബ്രാറിനെ തട്ടകത്തിലെത്തിച്ച് കാവ്യമാരൻ സകലരെയും ഞെട്ടിച്ചു കളഞ്ഞത്. എതിർപ്പുകൾ ശക്തമായാൽ സൺറൈസേഴ്സ് അബ്രാർ അഹമ്മദിന്റെ കരാർ റദ്ദാക്കാൻ നിർബന്ധിതരാകുമോ എന്നത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം വഷളായതോടെ സമീപകാലത്ത് കൊൽക്കത്ത മുസ്തഫിസുർ റഹ്മാനുമായുള്ള കരാർ റദ്ദാക്കിയിരുന്നു. സൺറൈസേഴ്സ് ലീഡ്സ് ECBയുടെ അധികാര പരിധിയിലാണെങ്കിലും മുസ്തഫിസുറിനെ ഒഴിവാക്കിയ അതേ വാണിജ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അബ്രാറിനെയും ലക്ഷ്യം വെക്കുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. ഇന്നലെ അബ്രാറിന് പുറമെ മറ്റൊരു പാക് താരമായ ഉസ്മാൻ താരിഖിനെ ബർമിംഗ്ഹാം ഫിനിക്സ് സ്വന്തമാക്കിയിരുന്നു. അതേസമയം 2023 ശേഷം ഇന്ത്യൻ ഉടമസ്ഥയിലുള്ള മറ്റു പല ടീമുകളിലും പാക് താരങ്ങൾ കളിച്ച സംഭവങ്ങളുണ്ട്. കരീബിയൻ പ്രീമിയർ ലീഗിൽ ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സിനായി മുഹമ്മദ് ആമിറും ഉസ്മാൻ താരിഖ് ഷായും കളത്തിലിറങ്ങി. മേജർ ലീഗ് ക്രിക്കറ്റ് ടീമായ സിയാറ്റിൻ ഓർക്കാസിനായി മുൻ പാക് ഓൾറൗണ്ടർ ഇമാദ് വസീമും സമാൻ ഖാനും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഉടമസ്ഥയിലുള്ള ടീമാണ് സിയാറ്റിൽ ഓർക്കാസ്. 2023-24 സീസണിൽ നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമസ്ഥയിലുള്ള അബുദാബി ടീമിനായും ഇമാദ് കളത്തിലിറങ്ങി. ഇന്ത്യ പാക് രാഷ്ട്രീയ കാലുഷ്യങ്ങളെ തുടർന്ന് 2009 ശേഷം പാക് താരങ്ങൾ IPL കളിച്ചിട്ടില്ല. അതിനു മുമ്പ് 10-ലേറെ താരങ്ങൾ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളത്തിലിറങ്ങി. പലരും വലിയ ഇമ്പാക്റ്റുകളും ഉണ്ടാക്കി. 2008-ൽ രാജസ്ഥാൻ റോയൽസിന്റെ കിരീടധാരണത്തിൽ പാക് പേസർ സുഹൈൽ തൻവീറിന് നിർണായക റോൾ ഉണ്ടായിരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 22 വിക്കറ്റുകളുമായി പ്രഥമ സീസണിൽ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായിരുന്നു സുഹൈൽ. മുൻ പാക് ഓൾറൗണ്ടർ ഷാഹിദ് അഫ്രീദി ഡക്കാൻ ചാർജേഴ്സിനായാണ് കളത്തിലിറങ്ങിയത്. എന്നാൽ വലിയ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാനായില്ല. പ്രഥമ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് 81 റൺസും 9 വിക്കറ്റുമായിരുന്നു അഫ്രീദിയുടെ സമ്പാദ്യം. പാക് ഇതിഹാസ പേസർ ഷുഐബ് അക്തർ കൊൽക്കത്തക്കായാണ് ആദ്യ സീസണിൽ കളത്തിലിറങ്ങിയത്. 3 മത്സരങ്ങളാണ് ആകെ കളിച്ചത്. അതിൽ 5 വിക്കറ്റുകൾ സ്വന്തമാക്കി. മുൻ പാക് നായകൻ മിസ്ബാഉൽ ഹക്ക് RCBക്കായാണ് പാഡ് കെട്ടിയത്. 8 മത്സരങ്ങളിൽ നിന്ന് 117 റൺസായിരുന്നു സമ്പാദ്യം. മുൻ ഓൾറൗണ്ടർ മുഹമ്മദ് ഹഫീസും സൽമാൻ ഭട്ടുമൊക്കെ കൊൽക്കത്ത താരങ്ങളായിരുന്നു. അതേസമയം കമ്രാൻ അക്മൽ പ്രഥമ സീസണിൽ കിരീടം ചൂടിയ രാജസ്ഥാൻ ടീമിലുണ്ടായിരുന്നു.